നീ ഇവിടെ ഇരിക്കണോ? ഇപ്പം പറയണ്ടേ, അമ്മൂമ്മ കയറി എന്റെ റൂമിൽ കയറി വാതിലടച്ചത് കാരണം എനിക്ക് അതിനകത്ത് കയറാൻ പറ്റണില്ല. എനിക്കാണെങ്കിൽ ഒരു സാധനം എടുക്കണമായിരുന്നു. എടാ, ഒരു കണക്കിന് പറഞ്ഞ അമ്മൂമ്മ മുറിക്കകത്ത് അടച്ചിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എങ്ങാനും പുറത്തിറങ്ങി നമ്മളോട് എന്തെങ്കിലും കാര്യം കുറെ ആക്ഷനൊക്കെ കാണിച്ച് പറഞ്ഞു തരുന്ന നേരത്ത് കഷ്ടകാലത്തിന് അമ്മൂമ്മയുടെ വായിന്നൊരു വാക്ക് വീണോണ്ടല്ല തീർന്ന്. അപ്പൊ പറയും നമ്മള് വ്രതം മുടക്കി നമ്മൾ അലമ്പ് പിള്ളേരാന്നൊക്കെ. യേശുവേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞാനപ്പോ തന്നെ ചെന്നൈക്ക് പോകും കേട്ടാ. പിന്നെ നിങ്ങൾ ചീത്ത കേക്കോ തല്ലു വാങ്ങോ എന്താച്ചാ കാണിച്ചോ. ആവശ്യമില്ലാത്ത പറയാ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. നിന്ന് നോയിക്കോഴി. എന്തോന്ന് പറ്റിയത്? എനിക്കൊരു സാധനം എടുക്കണമായിരുന്നു. ഞാൻ ഡോറിലൊന്ന് തട്ടിയതാ, തിരിച്ചിങ്ങോട്ട് തട്ടി. അപ്പൊ ഞാൻ പേടിച്ചു പോയി. യേശു, ഈ മൗനവ്രതം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അത് ഭയങ്കര ശാന്തിയോടും സമാധാനത്തോടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിപ്പോ എത്ര വലിയ ആൾക്കൂട്ടത്തിൽ നടക്കിരുന്നാലും നമ്മുടെ കയ്യിൽ വേണം നമ്മുടെ മെന്റൽ പീസ് ഇരിക്കാനായിട്ട്. അമ്മും അതിനും പോയിട്ട് കുറെ ആക്ഷൻ കാണിക്കുന്നു, ബാക്കിയുള്ളവനെ വരട്ടുന്നു, എന്തൊക്കെയാ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടണേ. ശുദ്ധ പ്രഹസനം. അമ്മൂമ്മ എപ്പ വന്നു? ഒത്തിരി നേരമായോ നിക്കുന്നു? അമ്മൂമ്മ ഇരിക്കമ്മൂമ്മ, ഇരിക്കമ്മൂമ്മ. അല്ല അമ്മൂമ്മ, ഞാൻ പറയായിരുന്നേ, ഇങ്ങനെ ബാക്കിയുള്ള പലവരും പ്രഹസനമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ മൗനവ്രതമൊക്കെ എടുക്കും. അമ്മൂമ്മ അങ്ങനെയൊന്നും അല്ല. അമ്മൂമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ലേ. അമ്മൂമ്മ എടുക്കണ പോലെ വേണം മൗനവ്രതം എടുക്കാനായിട്ട്. അത് ഞാൻ കേശുവിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അല്ലേ കേശു? അല്ല കേട്ടാ, അങ്ങനെയാണ്. ഇതിപ്പോ അമ്മൂമ്മ റൂമിൽ ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി പുറത്തു വരുന്ന നമ്മള് കാര്യം പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുവായിരിക്കും അല്ലേ അമ്മൂമ്മ? അത് മാത്രല്ല കേട്ടാ, അമ്മൂമ്മക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം സംസാരിക്കാനാ. ഇതിപ്പോ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കേട്ടിരിക്കാലോ. അതന്നെയല്ലേ അവനും പറഞ്ഞേ. പോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അമ്മൂമ്മ, ഈ മൗനവ്രതത്തിൽ ഇരിക്കുമ്പോഴേ അനാവശ്യ ചിന്തകളൊന്നും തലയിലേക്ക് വരാൻ പാടില്ല. എന്തെങ്കിലും നാമം ജപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞാ അതിപ്പോ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണോ? എന്തായാലും നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. പക്ഷെ അമ്മൂമ്മേനെ കൊണ്ട് പറ്റും. അതെ അതെ, നടക്കും. എന്റെ പൊന്നില്ലേ ചേച്ചിക്ക് അമ്മൂമ്മയുടെ സ്വഭാവം അറിഞ്ഞൂടെ? അമ്മൂമ്മ എങ്ങനെ ഇരുന്ന് പാഴൂരപ്പന്റെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പാഴൂര് നേരെ പടവലം കണക്ട് ആവും, പടവലത്തു നേരെ പടവലത്തെ പറമ്പ് കണക്ട് ആവും. പിന്നെ പറമ്പിന്റെ കാര്യം കുറച്ചേരം ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ പറമ്പിൽ നിൽക്കണ തേങ്ങയെ കുറിച്ച് ആലോചിക്കും. അത് കഴിഞ്ഞ് തേങ്ങ ഇടാൻ പറ്റുന്ന സുധാകരനെ കുറിച്ച് ആലോചിക്കും. പിന്നെ സുധാകരന്റെ ഭാര്യയെ കുറിച്ച് ആലോചിക്കും. പിന്നെ സുധാകരന്റെ ഭാര്യയെ അമ്മൂമ്മയും കൂടെ പൊങ്കാലിടാൻ പോയ കാര്യം ആലോചിക്കും. അതെവിടാ? പാഴൂര് ശിവക്ഷേത്രത്തിലാണല്ലോ. അപ്പൊ പിന്നെയും കറങ്ങി തിരിഞ്ഞ് പാഴൂര് വരും, പാഴൂര് ശിവക്ഷേത്രത്തിൽ വരും, നാമത്തിലോട്ട് തിരിച്ചു വരും. കറക്റ്റ് അല്ലേ? അത് കേശു പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടാ. അമ്മൂമ്മക്ക് ഏകാഗ്രത വളരെ കുറവാണ്. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് അമ്മൂമ്മയെ കൊണ്ട് പറ്റൂല. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടൊന്നും മൗനവ്രതം എടുക്കാനും പറ്റൂല. ആര് പറഞ്ഞു അമ്മൂമ്മയ്ക്ക് ഏകാഗ്രതയില്ലെന്ന്? അമ്മൂമ്മയ്ക്ക് നല്ല ഏകാഗ്രതയുണ്ട്. ഉദാഹരണത്തിന് പാഴൂരിലെ സർല ചേച്ചി ഉണ്ടല്ലോ. സർല ചേച്ചിയുടെ കാര്യം ആലോചിച്ച് തുടങ്ങിയ പിന്നെ സർല ചേച്ചിയുടെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ. സർല ചേച്ചിയാണല്ലോ അമ്മൂമ്മയുടെ പാഴൂരിലെ ബെസ്റ്റ് ഫ്രണ്ടും എനിമിയും. അതുകൊണ്ട് സർല ചേച്ചിയുടെ കുറ്റമൊക്കെ ആലോചിച്ച് തുടങ്ങിയ പിന്നെ അതിലായിരിക്കും ഫുൾ കോൺസെൻട്രേഷൻ. അങ്ങനെ പറഞ്ഞ എനിക്കും പറയാനുണ്ട്. ഉള്ളത് പറയാലോ, സർല ചേച്ചി ഒരു പാവമാണ്. അമ്മൂമ്മ അത് ഇതൊക്കെ സർല ചേച്ചി പറയെങ്കിലും എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അത് മാത്രോ, നമ്മൾ എങ്ങാനും പാഴൂര് ആന്റിയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടൊന്ന് പോയാൽ മതി, വിളിച്ചു കയറ്റി കുറെ ഫുഡ് കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. പിന്നെ ഈ കൊടുക്കൽ വാങ്ങൽ കാര്യത്തിന് സർല ചേച്ചി ബെസ്റ്റാ. അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മൂമ്മ ഒട്ടും മോശമൊന്നും അല്ല. ആർക്കാണെങ്കിലും എന്താണെങ്കിലും അമ്മൂമ്മ കൊടുക്കും. പക്ഷെ ഈ കൊടുത്ത കാര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുകയും ചെയ്യും. അല്ല, ഇപ്പൊ തന്നെ പടവലത്ത് തേങ്ങ ഇട്ട് കഴിഞ്ഞാ എന്തായാലും ഒരു 10-20 തേങ്ങ അമ്മമ്മ കൊണ്ട് സാറിൽ എനിക്ക് കൊടുക്കും ഇല്ലേ? കൊടുത്തു കഴിഞ്ഞാ പിന്നെ അടുത്ത തേങ്ങയിടല് വരെ ഈ 20 തേങ്ങയുടെ കണക്ക് പറഞ്ഞു നടക്കുകയും ചെയ്യും. അതേ ഉള്ളൊരു പ്രശ്നം അല്ലേ അമ്മൂമ്മ? ഇതെന്തോന്ന് ഓടുന്നുള്ളല്ലോ. പറഞ്ഞു കൊടുക്കാനാ? ആ പറ.
നിങ്ങൾക്ക് എല്ലാവർക്കും സരള സൂപ്പർ, ഞാൻ പൊട്ട. ഞാൻ മിണ്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോന്നാ അല്ലേ? ആ മൗനവ്രതം ഒന്ന് കഴിഞ്ഞോട്ടെ. മൗനവ്രതം ഒന്ന് കഴിഞ്ഞോട്ടെ. എല്ലാത്തിനെയും കാണിച്ചു തരാന്ന്. അല്ല നമ്മളീ എല്ലാ കാര്യം ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഡബ് ചെയ്തോണം കേട്ടോ. അത് പിന്നെ